ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. മഹിയുടെ വയറ് നിറഞ്ഞതും അവനവളെ തടഞ്ഞ ആ പ്ലേറ്റിലേക്ക് തന്നെ ആരുവിന് കഴിക്കാനുള്ളത് വിളമ്പിക്കൊടുത്തതും ആരും അനിഷ്ടത്തോടെ അവന് നോക്കി. എന്നെ നോക്കിയിരിക്കാത്ത കഴിക്കടി ഭാര്യ. ആരുവിനെ നോക്കിയിടത് കൈകൊണ്ട് മീശ വിരിച്ചുകൊണ്ട് മഹി പറഞ്ഞതും ആര് ദേഷ്യത്തിൽ മുഖം പിടിച്ച് അനിഷ്ടത്തോടെയാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആര് കഴിക്കുന്നത് നോക്കി മഹി അവളുടെ അടുത്തായി തന്നെ ഇരുന്നു. അപ്പോഴേക്കും അവർ രണ്ടാളും ഒഴികെ ബാക്കിയുള്ളവരെല്ലാം കഴിച്ചെഴുന്നേറ്റ് പോയിരുന്നു. ഇടയ്ക്ക് ആര് തലതിരിച്ച് മഹിയെ നോക്കിയതും അവളുടെ നോട്ടം കണ്ട് അവൻ ചുണ്ടുകൂർപ്പ് ചുമ്മ കൊടുക്കുമ്പോൾ ആക്ഷൻ കാണിച്ചതും അവൾ പകപ്പോടെ അവനിൽ നിന്ന് മുഖം തിരിച്ചു. ആര് കഴിച്ചു കഴിഞ്ഞതും തൻ്റെ അടുത്തിരിക്കുന്ന മഹിയെ നോക്കുക പോലും ചെയ്യാതെ തന്നെ ചുറ്റിപ്പിടിച്ച മഹിയുടെ കൈകൾ ശക്തിയിൽ തന്നെ എടുത്തു മാറ്റി കഴിച്ച പ്ലേറ്റും എടുത്ത് ചവിട്ടി കുലുക്കി കിച്ചണിലേക്ക് പോയി. ഭദ്രകളി. ആര് പോയ വഴിയെ നോക്കി പെറുപെറുത്ത് മഹി തിരിഞ്ഞതും കാണുന്നത് അവരെ തന്നെ നോക്കി നിൽക്കുന്ന ശ്രേയയാണ്. ശ്രേയയുടെ നോട്ടം കടന്നും മഹി ഒന്ന് താടി തടവി ശ്രേയയെ നോക്കി കണ്ണിറുക്കി കാണിച്ച് മുന്നോട്ട് പോയതും ശ്രേയ അതിശയത്തോടെ മഹിയെ നോക്കി. തന്നെ നോക്കി കണ്ണിറുക്കി പോയ മഹിയെ കണ്ട് ശ്രേയയെ വിശ്വസിക്കാനാവാതെ നിന്നു. എന്തോ മഹിയുടെ ആ പെരുമാറ്റം ശ്രേയയുടെ ഉള്ളിൽ അതിലില്ലാത്ത സന്തോഷം തോന്നി. ഉള്ളിലെ സന്തോഷം മടക്കി മാലതിയെ തിരഞ്ഞ് ശ്രേയ കിച്ചണിലേക്ക് പോയി. ആരുമോളെ. ആര് കഴിച്ച പാത്രം കഴുകി വെച്ച് റൂമിലേക്ക് പോകുമ്പോഴാണ് മാലതി പിന്നീന്ന് വിളിച്ചത്. എന്താ? തന്നോടെന്തോ പറയാൻ ബുദ്ധിമുട്ടുന്ന മാലതിയെ കണ്ടൊരു സംശയത്തോടെ ചോദിച്ചു. അത് പിന്നെ മോളെ, ഇപ്പം ഇവിടുത്തെ അവസ്ഥ മോളെ അറിഞ്ഞില്ലല്ലോ, ഞാനിതിനെക്കുറിച്ച് പറയാനാണ്. മാലതിയുടെ ഭാവമാറ്റം കണ്ട് ആര് സംശയത്തിൽ ചോദിച്ചു. എന്തോ കാര്യം അവർക്ക് തന്നെ കൊണ്ട് നേടിയെടുക്കാനുണ്ടെന്ന കാര്യം അവൾക്ക് ആദ്യമേ മനസ്സിലായിരുന്നു. എന്താ കാര്യം? അത് പിന്നെ മോളെ, കമ്പനിയിൽ ഇത്തിരി കാശിൻ്റെ ആവശ്യം വന്നപ്പോൾ മോളുടെ വല്ലച്ചന് ഈ വീടിൻ്റെയും പറമ്പിൻ്റെയും ആധാരം എടുത്ത് ആ സേട്ടുവിൻ്റെ കയ്യിൽ പണയപ്പെടുത്തിയിരുന്നു. അടവ് തെറ്റിയതുകൊണ്ട് ആ സേട്ടുവിൻ്റെ അടുത്തുള്ള പൊള്ള പലിശ കാരണം ഈ പാക കുടുങ്ങിയിരിക്കുക. ഈ മാസത്തിൻ്റെ ഉള്ളിൽ മുതലും പലിശയും ചേർന്ന് 8 ലക്ഷം അടച്ചില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന സേട്ട് പറയുന്നത്. ഒന്നുമില്ലേലും മോളുടെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണല്ലേ ഇത്, അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മോള് മഹിമോനോട് പറഞ്ഞ് നിർത്ത്, എന്നെ വിറ്റ് കിട്ടിയ ക്യാഷ് ഇത്രപ്പെടുന്നത് തീർന്നോ? മാലതി എന്താ പറയാൻ വരുന്നെന്ന് മനസ്സിലാക്കി ആരും അവരെ തടഞ്ഞ് ദേഷ്യത്തിൽ ചോദിച്ചതും ആരുവിന് കാര്യങ്ങളൊക്കെ അറിയാവുന്നത് മാലതിയിൽ ഞെട്ടലുണ്ടാക്കി. ഇത് എൻ്റെ അച്ഛൻ എൻ്റെ പേരിൽ എഴുതി വെച്ച വീടാ. അച്ഛൻ മരിച്ചപ്പോൾ എനിക്കും അമ്മക്കും കൂടിനെന്നും പറഞ്ഞ് നിങ്ങളിവിടെ കയറി പറ്റി. നിങ്ങൾ ചെയ്യുന്നതൊക്കെ സഹിച്ച് ഇവിടെ മിണ്ടാതെ ഞാൻ കഴിഞ്ഞത് എത്രയൊക്കെ ആയാലും പുറത്തുള്ള ആളുകളെ പേടിക്കാതെ കഴിയാലോ നോർത്തുകൊണ്ട് മാത്രം. പക്ഷേ ബാക്കി പറയാതെ ആരും കണ്ണുകൾ ഇറുക്കി അടിച്ചു. ഈ വീട്ടിൽ തന്നെ കാമവറി പിടിച്ച് നടക്കുന്ന ഒരാളുണ്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകി. എല്ലാത്തിനും നിങ്ങൾ കൂട്ടാണെന്ന കാര്യം മാത്രം എനിക്ക് അറിയില്ലായിരുന്നു. എന്തൊക്കെയായാലും സ്വന്തം അനിയത്തിയുടെ മോളെന്ന പരിഗണന നിങ്ങൾ എനിക്ക് നൽകുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ അതെല്ലാം തെറ്റായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇത് എൻ്റെ പേരിലുള്ള വീടാ. എൻ്റെ സമ്മതമല്ലാതെ ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ഈ വീടിൻ്റെ ആധാരം എടുത്ത് പണയം വെച്ചത്? ഒരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന ഈ മണ്ണ് എനിക്ക് നഷ്ടപ്പെട്ടോ അടിയടിക്ക് നിങ്ങളെ കൊണ്ട് ഈ അരിശി പറഞ്ഞില്ലെന്ന് വേണ്ട. മാലതിയെ നോക്കി താക്കിയതോടെ പറഞ്ഞ ആര് ദേഷ്യത്തിൽ സ്റ്റെയർ കയറി മുകളിലേക്ക് പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അമ്മേ, അവളുടെ കയ്യിൽ നിന്ന് പണം കിട്ടില്ലെന്ന്. ഇപ്പം എന്തായി? അവളെ നീ വീടിൽ നിന്ന് അടിച്ചിറക്കി വിടാൻ ഞാൻ മതിയായിരുന്നു, ശ്രേയ മാലതിയോട് പറഞ്ഞു. എന്നാൽ ഇവൾക്ക് ഇത്ര ബുദ്ധിയിടുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. പണം കിട്ടാനുള്ള ഒരു വഴിയേ അറിഞ്ഞിട്ടുള്ളൂ, ഇനിയും പല വഴിയും ഉണ്ടല്ലോ. പല്ലെറുമ്പി അത്രയും പറഞ്ഞ മാലതി എന്തൊക്കെയോ ആലോചിച്ച് സെറ്റിയിലേക്കിരുന്നു. ആര് റൂമിലേക്ക് എത്തുമ്പോൾ മഹി അവിടെ ഇല്ലായിരുന്നു. ആര് ബാത്റൂമിൽ കയറി ബ്രഷ് ചെയ്ത് മുഖവും കാലൊക്കെ കഴുകി തുടച്ച് റൂമിലേക്ക് വരുമ്പോൾ മാഹി ഫോണും നോക്കി ബെഡിൽ കിടപ്പുണ്ട്. ആര്യവിന് എന്തുവരെ വിളിക്കാൻ ആഗ്രഹം തോന്നി. മാഹി എങ്ങോട്ടോ പോകുന്നെന്ന് മുൻകൂട്ടി പറയാത്തത് കൊണ്ട് ആര്യവിന് ചന്ദ്രത്തിൽ നിന്ന് ഇറങ്ങുന്ന നേരം ഇന്ദുവിനോട് യാത്ര പറയാൻ പോലും പറ്റിയില്ല. അതിലേറെ മാഹി ആര്യവിന് ഇന്ദുവിനോട് യാത്ര പറയാൻ അനുവദിച്ചില്ല എന്ന് പറയുന്നതാകും നല്ലത്. ഇന്ദുവിൻ്റെ നമ്പർ ആര്യവിൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് മഹിയോട് ചോദിക്കാൻ ഒരുങ്ങിയെങ്കിലും മഹിക്ക് അവൻ്റെ അച്ഛനോടും അമ്മയോടുള്ള പെരുമാറ്റം കണക്കിലോർത്ത് ആരും മഹിയോട് ചോദിക്കാതെ വാതിൽ ചാരി ബെഡിൻ്റെ മറുഭാഗത്ത് കയറി മഹിക്കെതിരായി തിരിഞ്ഞു കിടന്ന് തലവഴി പുതപ്പിട്ടെടുത്ത് മൂടി. എവിടെ കിടന്നാലും ചെകുത്താൻ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് അവനൊപ്പം കിടത്തുമെന്ന് ആരുവിനെ അറിയാം. അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ ആരും നിന്നില്ല. കുറച്ച് കഴിഞ്ഞ് ഫോൺ എടുത്ത് മാറ്റി മഹി ബെഡിലേക്ക് കിടന്ന് ആരുവിനെ നോക്കി. കുറച്ച് ബലമായി തന്നെ ഇറങ്ങിക്കിടക്കുന്ന ആരുവിൽ നിന്നും പുതപ്പ് പൂർണ്ണമായും മാറ്റി ആരുവിനെ വലിച്ച് അവനോട് ചേർത്ത് കിടത്തി അവളുടെ അതിനങ്ങൾ വായിലാക്കി നുണിയാൻ തുടങ്ങിയതും
ഉറക്കത്തിനിടയിലും ആരും അനങ്ങിയതും മഹി അവളുടെ അതിരങ്ങളെ വിട്ട് അവളെ വലിഞ്ഞു മുറുക്കി ആരുവിൻ്റെ മാറിൽ മുഖം പോയിട്ട് കിടന്നതും നല്ല ഉറക്കിലും ആണ്ടുപോയ ആരും മഹിയെ പറ്റിച്ചേർന്ന് കിടന്നു. ഇതേ സമയം മഹിക്ക് ആരുവിനോടുള്ള പെരുമാറ്റം കാരണം ആകെ അസ്വസ്ഥതയോടെ റൂമിലിരിക്കുകയായിരുന്നു ദേവൻ. തന്നെ പ്രണയത്തോടെയും കുറുമ്പോടെയും കുസൃതിയോടെയും നോക്കുന്ന ആരുവിൻ്റെ മുഖം ദേവൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വന്നതും അവന് മനസ്സ് വിങ്ങുന്ന പോലെ തോന്നി. പെട്ടെന്നാണ് ഡോറും തള്ളി തുറന്ന് ശ്രേയ റൂമിലേക്ക് വന്നത്. എന്തോ ചിന്തയിലാണ്ടിരിക്കുന്ന ദേവനെ കണ്ട് നെറ്റി ചുടിച്ച് നോക്കി അവള്. ഓ, അവളെ ആലോചിച്ചിരിക്കുവാകൂലേ? ദേവനെ നോക്കി പുച്ഛത്തോടെ ചുണ്ടുകോട്ടിക്കൊണ്ട് ശ്രേയ ചോദിച്ചു. ശ്രേയയുടെ ശബ്ദം കേട്ടതും ദേവൻ മുഖം ചിരിച്ച് അവളെ നോക്കി. ആണെങ്കിൽ നിനക്കെന്താ? എനിക്കെന്താണോ? നിങ്ങളിപ്പോൾ എൻ്റെ ഭർത്താവാ. എൻ്റെ ഭർത്താവായിരിക്കുമ്പോൾ നിങ്ങൾ അവളെയും മനസ്സിലിട്ട് നടക്കുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റില്ല. ശ്രേയ ദേവനെ നോക്കി ചേരി. നിനക്ക് സഹിക്കരുത്, നീ അനുഭവിക്കണം. അതാ എനിക്ക് കാണേണ്ടത്. എൻ്റെ ഉള്ളിലുള്ള നിന്റെ സ്ഥാനം എവിടെയാണെന്ന് നീ അറിയണം. ദേവനൊരു പില്ലോയും പുതപ്പും എടുത്ത് തറയിലേക്ക് എറിഞ്ഞ് ബെഡിൽ കിടന്നതും ശ്രേയ ദേഷ്യത്തിൽ തറയിലേക്ക് കിടന്നു. രാവിലെ ആരും എണീക്കുമ്പോൾ കാണുന്നത് തന്നെ വരിഞ്ഞു മുറുകി കിടക്കുന്ന മഹിയാണ്. ആരും ഒന്ന് നിശ്വസിച്ച് എഴുന്നേക്കാൻ നോക്കിയതും തന്നെ ചേർത്ത് പിടിച്ച കൈകൾ കണ്ട് അവളുടെ കണ്ണുകൾ മിടിഞ്ഞു. ഉറക്കത്തിൽ അറിയാതെ പറ്റിയതാണെങ്കിലും അവനെ ചേർത്ത് പിടിച്ച് കിടന്നത് ആലോചിച്ച് ആര് ദേഷ്യത്തിൽ മഹിയെ തട്ടി മാറ്റി എണീറ്റ് പോയി. ആര് കുളിച്ചു മാറ്റി അച്ഛനെയും അമ്മയെയും മടക്കിയെടുത്ത് പോയി തിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. ആ സമയം തന്നെ ഒരു ഇളം തെന്നൽ അവളെ തഴുകി തലോടി കടന്നു പോയതും ആരുവിന് ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. വെറും നിലത്തിരുന്ന് അസ്ഥിത്തറകളിലേക്ക് തലവെച്ച് തൻ്റെ അച്ഛനോടും അമ്മയോടും മൗനമായി സംസാരിച്ചു കൊണ്ടിരുന്നവൾ. ഇതേ സമയം മഹി എണീറ്റ് മുഖം കഴുകി ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് അതിൽ നിന്നൊന്നെടുത്ത് കത്തിച്ച് ചുണ്ടോട് ചേർത്ത് റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്ക് നടന്നു. ബാൽക്കണിയിലെത്തിയ മഹി കാണുന്നത് മുറ്റത്ത് നിന്ന് വല്ലാത്തൊരു ഭാവത്തോടെ ചുണ്ട് കടിച്ചു പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ജയഹനെയാണ്. അയാളുടെ നോട്ടം പോകുന്നിടത്തേക്ക് നോക്കിയ മഹിയുടെ കണ്ണുകൾ ഞൊടിയുടെ നേരം കൊണ്ട് ചുവന്നു. മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. തൻ്റെ ഷോൾട്ടറിൽ ശക്തമായ ആരോ പിടിമുറുക്കിയതറിഞ്ഞ് തിരിഞ്ഞു നോക്കിയ ജയൻ കാണുന്നത് കണ്ണിൽ തന്നെ ചുട്ടരിക്കാൻ പാകത്തിനുള്ള അഗ്നിയുമായി നിൽക്കുന്ന മഹിയാണ്. തിരിച്ച് ചന്ദ്രോത്തേക്കുള്ള യാത്രയിൽ മഹിയുടെ മുഖം മുറുകിക്കൊണ്ട് തന്നെ ഇരുന്നു. കുറച്ചു മുമ്പുള്ള കാര്യം ആലോചിക്കും തോറും മഹിക്ക് തൻ്റെ രക്തം തിളക്കും പോലെ തോന്നി. ആരുവിനെ കാമക്കണ്ണോട് ഒഴിഞ്ഞു നോക്കുന്ന ജയന്റെ മുഖം ഓർമ്മയിലെത്തിയ തോറും ദേഷ്യം കൊണ്ട് മഹിയുടെ മുഖം കൂടുതൽ വലിഞ്ഞു മുറുകി. ഇപ്പോഴും മഹിയുടെ മുഖത്ത് കോപം ജ്വലിച്ചു നിൽക്കുന്നത് കണ്ട് ആരുവിൻ്റെ ഉള്ളിൽ വീണ്ടും സംശയം തലപൊക്കി. എന്നാലും അവനെന്താ പെട്ടെന്ന് പറ്റിയെന്ന് അവളുടെ മനസ്സ് അവളോട് തന്നെ ചോദിക്കാൻ തുടങ്ങി. എങ്കിലും ആരും മഹിയോട് ചോദിക്കാൻ തയ്യാറായില്ല. വണ്ടിയുടെ സ്പീഡ് കൂടുന്തോറും ആര് വീട്ടിൽ നിന്നും എടുത്ത തൻ്റെ ആവശ്യ സാധനങ്ങൾ അടങ്ങിയ ചെറിയ ബാഗ് നെഞ്ചോട് അടക്കി പിടിച്ച് ആരിയിരുന്നു. ചന്ദ്രോത്ത് ഗോപുരകത്തിൻ്റെ ഗേറ്റിന് മുന്നിൽ മഹി താറ് നിർത്തിയതും ആര് ജീവൻ കിട്ടിയതുപോലെ വേഗം താറിൽ നിന്നിറങ്ങി. ആരുവിനെ അവിടെ ഇറക്കിവിട്ട് മഹിയുടെ പാട് നോക്കി പോയതും ആര് കയ്യിലെ ബാഗും പിടിച്ച് മുന്നോട്ട് നടന്നു. സീറ്റോട്ടിൽ പത്രവും വായിച്ചിരിക്കുന്ന സൂര്യയെ കണ്ട് ആരൊന്ന് ചിരിച്ചു. ആ വന്നോ? ഇന്നലെ എവിടെ പോയതാ മോളെ? തിരിച്ചാരുവിനെ നോക്കി നിറഞ്ഞ ചിരിയോടെ സൂര്യ ചോദിച്ചു. എൻ്റെ വീട്ടിൽ പോയതാച്ചാ. ആര് ചെരുപ്പഴിച്ച് വെച്ച് ഉള്ളിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു. ആരുവിനിപ്പോൾ സൂര്യനോട് സംസാരിക്കുന്ന പഴയ പോലെ മടിയൊന്നുമില്ല. സൂര്യക്കും അങ്ങനെ തന്നെ. ഇന്ദുവിനെ പോലെ അയാൾക്കും അവൾ സ്വന്തം മകളുടെ സ്ഥാനത്താണ്. എന്നിട്ട് മഹി എവിടെ മോളെ? മഹിയെ കാണാതെ വന്നതും സൂര്യ ആരുവിനോട് തിരക്കി. എന്നെ ഇവിടെ ഇറക്കി വിട്ട് എങ്ങോട്ടോ പോയി. മോളോട് പറഞ്ഞില്ലേ എങ്ങോട്ടാ പോകുന്നതെന്ന്? അതച്ചാ എന്നോട് പറഞ്ഞിട്ടില്ല. ആര് പറഞ്ഞത് കേട്ട് സൂര്യൻ അമർത്തി മൂളിയതും ആരുവിനൊന്നും പറയാൻ നിൽക്കാതെ ഉള്ളിലേക്ക് നടന്നു. ആഹാ, നല്ല ആൾക്കാരാ. ഇന്നലെ ഒരുപാട് നേരം ഞാൻ വരുന്ന നോക്കിയിരുന്നു. സൂര്യൻ ചായയുമായി മുഖത്തേക്ക് വന്ന് ഇന്ദു ആരുവിനെ കണ്ടു പറഞ്ഞു. സൂര്യമ്മേ, ഇന്നലെ എങ്ങോട്ടാ പോകുന്നതെന്ന് എന്നോട് ആ ചെറുത്താൻ പറഞ്ഞില്ല. എൻ്റെ വീട്ടിലെത്തിയാറിയാ അങ്ങോട്ടാണെന്ന് മനസ്സിലായത്. അവിടെ എത്തിയാൽ അമ്മയെ വിളിക്കാനെന്തായിരുന്നു. പക്ഷേ ഇവിടുത്തെ നമ്പർ അറിയാൻ മേലാത്തോണ്ടാണ് വിളിക്കാഞ്ഞത്. കയ്യിലെ ബാഗ് സെറ്റിയിൽ വെച്ച് ഇന്ദു പരിഭവത്തോടെ പറഞ്ഞത് കേട്ട് സങ്കടത്തോടെ ആരു പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതാ മോളെ. മാഹിക്കുട്ടൻ ഇങ്ങോട്ട് വന്നില്ലേ? ഇല്ല, അമ്മയുടെ മാഹിക്കുട്ടൻ എങ്ങോട്ട് പോയി? ഇന്ദു മഹിയെക്കുറിച്ച് ചോദിച്ചത് ഇഷ്ടപ്പെടാതെ ആര് പറഞ്ഞു. മോള് കഴിച്ചായിരുന്നോ? ആ, അവിടുന്ന് കഴിച്ചിട്ടാ വന്നത്. അല്ല, സീതമ്മ എവിടെ? ആര് സീതയെ കാണുന്നത് ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. ചേച്ചി ക്ഷേത്രത്തിൽ പോയതാ, കുറച്ച് കഴിയെത്താൻ. ഞാൻ ഈ ഡ്രസ്സ് മാറ്റിയിട്ട് വരാമേ. ഇന്ദുവിനോട് പറഞ്ഞ സെറ്റിയിൽ വെച്ച് ബാഗും എടുത്ത് ആര് റൂമിലേക്ക് കയറിപ്പോയി.
റൂമിലെത്തി ആര് ഡോറടച്ച് ബാഗ് ബെഡിൽ വെച്ച് അതിൻ്റെ സിബ് തുറന്ന് ഫോൺ എടുത്ത് ഓണാക്കി കാർത്തിക എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് കോൾ ചെയ്തു. ഹലോ കാർത്തു. കോൾ എടുത്തത് മറുപുറത്തു നിന്ന് ശബ്ദം ഉയരും മുമ്പ് ആര് വിളിച്ചു. ഓ, നീ ഇപ്പോഴും ജീവനോടുണ്ടല്ലേ? മറുപുറത്തു നിന്ന് കാർത്തിക ആരുവിൻ്റെ ശബ്ദം കേട്ട് പുച്ഛത്തോടെ പറഞ്ഞു. സോറി കാർത്തു, മനഃപൂർവ്വം വിളിക്കാത്തതല്ല, ഈ ഫോൺ ഇന്നലെ കിട്ടുന്നത്. കാർത്തു പറഞ്ഞത് കേട്ട് ആര് വിഷമത്തോടെ പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതാടി, ഇനി അതൊത്ത് വിഷമിക്കണ്ട. ഒരു മാസത്തോളമായി നിന്റെ വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നിരുന്നു. അപ്പോൾ നിന്റെ വല്യമ്മ പറഞ്ഞു നിന്നെ കെട്ടിച്ചു വിട്ടെന്ന്. നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ വല്ല വഴിയുണ്ടെന്ന് ചോദിച്ചതിന് എന്നോട് മുഖം കറിച്ച് സംസാരിച്ചു. ആ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ തിരിച്ചു പറഞ്ഞിട്ടാണ് പോകുന്നത്. അല്ല, അവർ പറഞ്ഞത് വല്ല കാര്യമുണ്ടോ? ശരിക്കും നിന്റെ കല്യാണം കഴിഞ്ഞോ? കാർത്തവന്റെ ചോദ്യത്തിന് ആരും നേർമയായെന്ന് മൂളി. ആരാ നിന്നെ കെട്ടിയത്? നിന്റെ വിവാഹക്കാരി എന്നോട് പോലും പറയാൻ തോന്നിയില്ലല്ലോ. ആര് സമ്മതിച്ചതും കാർത്തവിലൊരു ഞെട്ടിലുണ്ടായെങ്കിലും അത് പുറത്ത് കാണിക്കാതെ സങ്കടത്തോടെ പറഞ്ഞു. കാർത്തു, നീ കരുതും പോലെ എല്ലാ കാര്യങ്ങൾ എൻ്റെ സമ്മതം പോലും ഇല്ലാതെയാ ഈ വിവാഹം കഴിഞ്ഞത്. നീ എന്തൊക്കെയാരും ഈ പറയുന്നത്? ആര് പതിയെ പറഞ്ഞതും അവൾ പറഞ്ഞത് കേട്ട് കാർത്തു സംശയത്തോട് ചോദിച്ചു. സത്യമാണ് കാർത്തു. അത് പറഞ്ഞ് ആര് സംഭവിച്ചത് മുഴുവൻ അവളോട് പറഞ്ഞു. ആര് പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ കാർത്തുവിനെ ഞെട്ടിച്ചത് മഹി ഇത്രയും വലിയൊരു കുടുംബത്തിലെ ഒരു അംഗമാണെന്നതായിരുന്നു. എൻ്റെ ആരു, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിന്റെ വല്യമ്മ അവരൊരു സ്ത്രീ തന്നെയാണോടി? എന്തിനാ അവർക്ക് നിന്നോട് ഇത്ര ദേഷ്യം? ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതാ ആ കണ്ണിച്ചോരല്ലാത്തവരോടൊന്നും സംസാരിക്കാൻ പോകണ്ടെന്ന്. ക്യാഷ് ഉണ്ടതിൻ്റെ അഹങ്കാരം അയാൾക്ക്. കാർത്തു പറഞ്ഞത് കേട്ട് ആരും ഒന്നും മിണ്ടാതിരുന്നു. അല്ലടി, അവിടെ ഉള്ളവരൊക്കെ എങ്ങനെയാണ് നിന്നോട് പെരുമാറുന്നത്? ആ ചെകുത്താൻ നിന്നെ ഉപദ്രവിക്കാറുണ്ടോ? ആ ചെകുത്താൻ ഒഴികെ ഇവിടെ ഉള്ളവരൊക്കെ നല്ലവരാ, എന്നോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. പിന്നെ ആ ചെകുത്താൻ അയാളുടെ പെരുമാറി ഇത്രയും മോശമാണ്. ആവശ്യമില്ലാതെ എൻ്റെ കാര്യത്തിൽ സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ട്. പിന്നൊരു ആശ്വാസം, രാവിലെ പോയാൽ പിന്നെ ആ ചെകുത്താൻ രാത്രിയിലെ വീട്ടിലേക്ക് വരും. പക്ഷെ വരുന്നത് മൂക്കൊറ്റം കുടിച്ച് 4 കാലിലാകും. ഈ വീട്ടിൽ നിന്ന് തുള്ളി വെള്ളം പോലും കുടിക്കില്ല. എന്തിനാണെന്നറിയില്ല, ഇവിടെ എല്ലാവരുമായിട്ട് ആ ചെകുത്താൻ ഉടക്കില്ല. ഓ, എന്നാലും ശാരീരിക ഉപദ്രവങ്ങളൊന്നും ഇല്ലല്ലോ, ഭാഗ്യം. ആര് പറഞ്ഞത് കേട്ട് കാർത്തിക ആശ്വാസത്തോടെ പറഞ്ഞു. എന്തോ മഹി തന്നെ ബലമായി കെട്ടിപ്പിടിക്കുന്നതും ചുംബിക്കുന്നതൊന്നും ആരുവിന് കാത്തുവിനോട് പറയാൻ തോന്നിയില്ല. അല്ല, നീ ഇനി ജോലിക്ക് വരുന്നുണ്ടോ? അതോ ഇനി? ബാക്കി പറയാതെ കാത്തു നിർത്തി. ഞാൻ അടുത്ത ദിവസം മുതൽ വരണമെന്ന് കരുതുന്നുണ്ട്. ഏതായാലും ഇവിടുത്തെ അച്ഛനോടും അമ്മയോടും ഇതിനെക്കുറിച്ച് പറയട്ടെ. അവരുടെ അഭിപ്രായം ചോദിക്കാതെ തന്നിഷ്ടം ചെയ്യുന്നത് മോശമല്ലേ? പിന്നെ നിന്നെ നന്ദോടി നിന്നെ ചോദിച്ചിരുന്നു. ആ കുട്ടിയുടെ സർജറി ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. അവസാനം കണ്ടിരുന്നു, അന്ന് പറഞ്ഞിരുന്നു. എന്നാ ശരിയടി, പിന്നെ വിളിക്കാം. ഞാൻ സ്കൂളിലെത്തിയേ. ആ പിന്നെ നീ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയണ്ടോ? ആ ഓക്കെ. കാർത്ത് ഫോൺ വെച്ചതും ആര് ഫോൺ ചാർജിലിട്ട് താഴേക്ക് പോയി.